അയ്യോ, ഇതെന്താ പറ്റിയതാ? വാ പറയാം. ഇവിടെ വലിയഴിക്ക പാലത്തിന്റെ അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. സംഭവം അവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ ഒരു നേഴ്സായിട്ട് ജോലി ഉണ്ടായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ഒരു ബൈക്ക് ഓവർ സ്പീഡിൽ വന്ന് ഇടിച്ച് ആളിനെ തെറിപ്പിച്ച് താഴെ ഇട്ട് 10-13 ദിവസം തന്നെ ബോധമില്ലാതെ ഐസിയു കിടന്നായിരുന്നു. പിന്നെ എന്നെ കൊണ്ട് പറ്റുന്നതും എന്റെ സുഹൃത്തുക്കളും ഒക്കെ സഹായിച്ച് ഇപ്പം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു തന്നു. പിന്നെ ഒരു ഓപ്പറേഷനും കൂടെ ഉണ്ട്. അപ്പൊ കേസൊന്നും കൊടുത്തില്ലേ? കേസിന്റെ പുറകെയൊന്നും പോയില്ല. കാരണം ഒരു വണ്ടി കൊണ്ടിട്ട് ഇടിച്ച പയ്യൻ ഒരു 16 വയസ്സുണ്ടായിരുന്നു. ആ പയ്യൻ സ്പോട്ടി മരിച്ചുപോയി. പിന്നെ ഇപ്പോഴത്തെ അറിയാവല്ലോ, പിള്ളേർക്കെല്ലാം വീട്ടുകാർ കളിപ്പാട്ടം വാങ്ങി കൊടുക്കുന്ന പോലെ പിള്ളേരുടെ നിർബന്ധത്തിനനുസരിച്ച് വണ്ടി മേടിച്ചു കൊടുക്കുന്നേക്ക്. പിന്നെ നമ്മൾ കേസിനൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ തന്നെ നമുക്ക് സഹിക്കുന്നില്ല. അപ്പൊ പിന്നെ ആ കുഞ്ഞ് മരിച്ചു പോയ വീട്ടിലെ മാതാപിതാക്കളുടെ അവസ്ഥ എന്തുമായിരിക്കും? അതുകൊണ്ട് പിന്നെ കേസിനൊന്നും പോയില്ല. ഇപ്പം ഒരു ഓപ്പറേഷൻ ഉണ്ട് വീട്ടിൽ. ആ ഓപ്പറേഷന് തന്നെ ഒരു 15 ലക്ഷം രൂപയോളം ഓപ്പറേഷന് വേണം. ഞാനതാ നിങ്ങളോട് ഒരു 17 ലക്ഷം രൂപ ചോദിച്ചത്. 2 ലക്ഷം രൂപ ഞങ്ങളുടെ അതിനുശേഷം വരുന്ന എന്തെങ്കിലും ചെലവും കാര്യങ്ങളൊക്കെ നടന്നു പോകും. കാരണം ഡോക്ടർ പറഞ്ഞത് ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അവളെ ഞങ്ങൾക്ക് നടത്താൻ പറ്റുമെന്ന്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്താ വേണേലും വിൽക്കുന്നതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ 14-17 ഒന്നും വേണ്ട. താങ്കൾക്ക് എത്ര രൂപയാണ് ആശുപത്രി വേണ്ടത്? എനിക്കൊരു 15 ലക്ഷം രൂപ ഓപ്പറേഷൻ വേണം. പിന്നീട് ബാക്കിയുള്ള പൈസ ഞാൻ പറഞ്ഞില്ലേ, പിന്നീടുള്ള ചെലവും കാര്യങ്ങളൊക്കെ. താങ്കൾ എന്താണോ അതിനുവേണ്ടി ചെയ്തോ, പൈസ നാളെ ഇവിടെ എത്തും. വാ, ഇപ്പൊ വരാവേ. അച്ഛാ, അവിടെ നിന്നേ. നിങ്ങൾ എന്ത് പണി കാണിച്ചത്? 14 കിട്ടത്തില്ലായിരുന്നു അത്? എനിക്ക് 17 രൂപയ്ക്ക് ഈ വീട് എനിക്ക് വേണ്ട. ഒരു 30 രൂപ കൊടുത്താൽ പോലും അവരോടുള്ള കടപ്പാട് എനിക്ക് തീരത്തില്ല. എന്താ? അവരാ വീൽ ചെയറിൽ വന്നില്ലേ, ആ സ്ത്രീയെ കണ്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താ എന്റെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായത്. വൈകിയാടോ എനിക്കൊരു കുഞ്ഞുണ്ടായത്. അവന്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ സാധിച്ചു കൊടുക്കുമായിരുന്നു. അദ്ദേഹം പറഞ്ഞേട്ടെ, കളിപ്പാട്ടം മോഹനെ ഒരു വണ്ടി മേടിച്ചു കൊടുത്തത്. ആ പിതാവ് ഞാനാടോ, എന്റെ മകനാടോ അങ്ങനെ സംഭവിച്ചത്. ഞാൻ മുഖേന അവർക്ക് ഈ അവസ്ഥയിലെത്തിയത്. അപ്പൊ പിന്നെ ഞാൻ അവരെ സഹായിക്കണ്ടേ? അതെ, യാദൃശ്യമായിട്ടാ ഞാൻ ഇവിടെ വന്ന് പെട്ടത്. ഒരുപക്ഷെ മോന്റെ ആത്മാവാണോ ദൈവമായിട്ടാണോ എന്നെ ഇവിടെ എത്തിച്ചതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പിന്നെ ഞാനിത് ചെയ്യണ്ടായിരുന്നു. വാ, വിഷമിക്കണ്ട, ഞാനുണ്ട് കൂടെ.